ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നൊരു പുതുപുത്തൻ എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാട്ടോ. അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കതാട്ടോ ഈ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ലൈക്കും ഷെയറും എല്ലാം എനിക്കിഷ്ടമുള്ള കേട്ടോ. അപ്പോൾ രാവിലെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു. ഞങ്ങൾ 3 പേരുണ്ട്, 3 സെക്ഷനിലായിട്ടാട്ടോ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഗത്തും പാർട്ട് തിരിഞ്ഞും ജോലി ചെയ്യൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ ജോലിക്കധികം ഭാരമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ചെറിയ ചെറിയ ജോലികൾ ഇങ്ങനെ വിഭജിച്ച് ചെയ്യൂ കേട്ടോ. പറ്റുന്നവർ പറ്റുന്ന ജോലികൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ അപ്പം ചുടൽ ഏറ്റെടുത്തു. ഞങ്ങൾ കടല കറി വയ്ക്കൽ, പിന്നെ ഒരു കൂട്ടം മുറ്റം തൂക്കൽ, അങ്ങനെയായിട്ട് ജോലികളൊക്കെ അങ്ങനെ ഓരോ ജോലികളും ചെയ്യുക കേട്ടോ രാവിലെ. അപ്പം ഈ അപ്പം കണ്ടില്ലേ, ഇത് നമ്മുടെ പുളിപ്പിച്ചുള്ള അപ്പം കേട്ടോ ഇന്ന്. പിന്നെ ഇവർക്ക് അമ്മമാർക്കൊക്കെ ഈ അപ്പം വളരെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ ഈ അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത്. ദോശ അവർക്ക് അത്ര പ്രധാനമില്ല കേട്ടോ, ദോശ അത്ര ഇഷ്ടമില്ല അവർക്കിങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് ഇങ്ങനെയുള്ള ഈ അപ്പമാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതിന് കടലക്കറിയും കറി വയ്ക്കൂ കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ മിക്ക ദിവസങ്ങളിൽ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറി തേങ്ങ വറുത്തരച്ചാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകേണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ അധികം ഒന്നും പെട്ടെന്ന് സ്റ്റാൻഡിലൊന്നും വെച്ച് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് കടലക്കറി വേഗം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ജോലികളൊക്കെ എളുപ്പത്തിൽ തീർത്ത് ഒന്ന് പുറത്തൊക്കെ പോകേണ്ടതുകൊണ്ട് നമ്മൾ ജോലികളൊക്കെ ഇച്ചിരി വേഗേന ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കുളിയുടെ സെക്ഷനാണ് കേട്ടോ ഇവിടെ രാവിലെ. അപ്പം സുമതി അമ്മ കുളിച്ചു, പിന്നെ അമ്മ കുളിക്കണം, പിന്നെ അലക്ക് ഉണക്കൽ ഇങ്ങനെ വേണ്ട രാവിലെ തന്നെ അതൊക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് അതൊക്കെ തടയിലൊക്കെ ഇട്ട്, പിന്നെ ഉണക്കമീനാട്ടോ ഇന്ന് വറക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഈ ഉണക്കമീനും പ്രധാനമുള്ളവരുണ്ട് കേട്ടോ. എല്ലാവരും പച്ചമീൻ കൂട്ടില്ല കേട്ടോ. അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് ഉണക്കമീനും കൂട്ടും, പച്ചമീൻ ഇഷ്ടമുള്ളവർക്ക് പച്ചമീൻ മാർക്കറ്റിലാണ് മേടിച്ചുകൊണ്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് മാർക്കറ്റിൽ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞാണിപ്പൂച്ചയ്ക്ക് ഉണക്കമീൻ്റെ മണം കിട്ടിയാലും മതി, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അപ്പം ചുട്ട പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. അടുപ്പത്തല്ലേ, അപ്പോൾ അത് നിറച്ചും കരി പുരളൂ കേട്ടോ അടുപ്പത്തായുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ ഈ കുറുവിൻ്റെയും പീറ്റുൻ്റെയും കഞ്ഞി ഇടുന്ന കഞ്ഞിക്കലം ഒന്ന് കഴുകി കേട്ടോ. പിന്നെ അവർക്ക് വേറെ ചോറാണ് ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങളിൽ അവർക്ക് നമുക്ക് ചോറ് എല്ലാവരും കൂടുതലുള്ളപ്പോൾ ചോറ് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ അവർക്ക് സെപ്പറേറ്റ് ഒരു കലത്തിൽ ലേശം ചോറ് വയ്ക്കും കേട്ടോ. അതിനുള്ള കഞ്ഞി ഇതാണ് അടുപ്പത്ത് കിടക്കുന്നത്. 2ാം സെക്ഷൻ കേട്ടോ, പീറ്റുവിൻ്റെയും കുറുവിൻ്റെയും. പിന്നെ നമ്മുടെ കുഞ്ഞാണിപ്പൂച്ചയ്ക്ക് എല്ലാവർക്കും കൊടുക്കും, വരുന്ന കാക്കകൾക്കും കിളികൾക്കും ഒക്കെ നമ്മൾ ചോറ് കൊടുക്കും. അപ്പോൾ അതിനുള്ള ചോറാട്ടോ ആ മുറ്റത്ത് അടുപ്പത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇത് അമ്മയുടെ കുളിയാട്ടോ. അമ്മ കുളിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ലോണം വെള്ളം വേണം. അമ്മ അവിടെ ഒരു വീടിൻ്റെ ഒരു സൈഡിൽ നിന്നാട്ടോ കുളിക്കുന്നത്. അപ്പം ബാത്റൂമിലൊന്നും നിന്നല്ല, അമ്മയ്ക്ക് അങ്ങനെ വെള്ളം കോരി കുളിച്ച് ധാര കോരിയാണ് അമ്മ അവിടെ നിന്ന് കുളിക്കുന്നത് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു അമ്മ പിന്നെ ചായ കുടിച്ചോളാം, ഞങ്ങളോട് ചായ കുടിച്ചോളാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങളത് മീൻ മാർക്കറ്റിലെത്തി കേട്ടോ. അങ്ങനെ അതൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡിയായി പോരുന്നൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് അയലമീനാണ് സെലക്ട് ചെയ്തത്. നല്ല വലിപ്പമുള്ള അയലമീനായിരുന്നു കേട്ടോ. പക്ഷേ ഇവർ ഐസൊന്നും ഇട്ട് വയ്ക്കാത്തതുകൊണ്ട് മീനിന് അങ്ങനെ അല്ലാത്ത ചുവകളൊന്നുമില്ല, നല്ല മീനാട്ടോ അത്യാവശ്യം. അങ്ങനെ ഇതാണ് നമ്മുടെ മുക്കോട്ടോ. മുക്ക അങ്ങാടിയിൽ നിന്ന് മുക്കത്തിൻ്റെ ചങ്കുവായ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലും പിടിച്ച് ഗതാഗത തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആളൊഴിഞ്ഞ ഭാഗത്തും അങ്ങനെ തിരക്കുള്ളിടത്തൊന്നും ഞാൻ മൊബൈൽ കയ്യിലെടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കുറച്ച് ഭാഗങ്ങളാട്ടോ ഞാൻ എടുത്തത്. കയ്യിൽ സ്റ്റിക്ക്. പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ പാലം,
ഇതാണ് നമ്മുടെ മൊയ്തീൻ കാഞ്ചനമാലയുടെ ആ ഇതിഹാസ കഥകളൊക്കെ ഉള്ള ആ പ്രണയകഥകളൊക്കെ വിവരിക്കുന്ന ആ പാലവും ആ പുഴയും. അറബിക്കടൽ അല്ല, ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണെന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളുടെയൊക്കെ ആ ഹൈലൈറ്റ് പാലാട്ടോ ഇത്, ആ ഭാഗങ്ങളൊക്കെ കേട്ടോ. കരിപ്പൂരായിപ്പുഴ എന്ന് പറയും, ഇരുവഞ്ഞിപ്പുഴ, അങ്ങനെയൊക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ ആട്ടോ ഇത്. പിന്നെ ഇവിടെയൊക്കെ നല്ല മുളങ്കാടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അതിമനോഹരമായ കാഴ്ചകളാട്ടോ അവിടെയൊക്കെ, ആ പുഴയും ആ പുഴയുടെ സൈഡുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. കണ്ടില്ലേ മുളകൾ നിൽക്കുന്നത്, 2 സൈഡിലായിട്ട് മുളകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ അവിടെ കാണാൻ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ജന്മദേശം കൂടിയാട്ടോ. എൻ്റെ അച്ഛനും ഈ മൊയ്തീനും ഒക്കെ സുഹൃത്തുക്കളോടെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ മുക്കത്തുനിന്ന് നമ്മുടെ കൂടരഞ്ഞിക്ക് കാരമൂല വഴി ഇവിടെ പെട്ടെന്ന് എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂടരഞ്ഞി എത്തി. ഈ കൂടരഞ്ഞി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ATM കയറണം, പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, പിന്നെ ഗുളിക മേടിക്കണം. അമ്മമാർക്ക് 2 പേർക്കും ഗുളിക മേടിക്കാനുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ പൈസയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ കയറി കേട്ടോ. ഇപ്പോൾ പ്രമേഹമുണ്ട്, BP ഉണ്ട്, പിന്നെ നമ്മുടെ സുമതി അമ്മയ്ക്ക് ഈ വേറൊരു മെഡിസിൻ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മെഡിസിനിലൊക്കെ ജീവിക്കുന്നവരാണേ. അങ്ങനെ നമ്മൾ 4 മണിയായിട്ടോ. കുട്ടികളൊക്കെ കണ്ടില്ലേ സ്കൂൾ വിട്ട് പോണത്. ഞങ്ങൾ ചായക്ക് കയറിയിട്ടോ. അവൻ പറഞ്ഞു നമുക്ക് 1 ഗ്ലാസ് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അങ്ങനെ അവിടെ നല്ല ചായക്കടിയായിട്ട് നല്ല ടേസ്റ്റുള്ള പഴംപൊരിയുണ്ട്, സുഖിയനുണ്ട്, ഉള്ളിവടയുണ്ട്, അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ ചായക്കടികൾ. പിന്നെ താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് വടയുണ്ട്, നമ്മുടെ മോളെപ്പോഴും കഴിക്കുന്ന ചിക്കൻ റോള് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു സുഖിയൻ മതിയെന്നേ. അതാകുമ്പോൾ പിന്നെ ചെറുപയറാണല്ലോ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണല്ലോ വിചാരിച്ച് ഞാനൊരു സുഖിയനും മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ അവൻ മൊബൈൽ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് എടുക്കാൻ ഒരുങ്ങും. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ചായ കുടിക്കാൻ നേരം ഞാൻ അവിടെ വെച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിക്കണം. വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മുടെ ഈ കയ്യിലുള്ള മീൻ കണ്ടില്ലേ, ഇതൊക്കെയാട്ടോ നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് വരിക, ഓൺ ദി സ്പോട്ടിൽ വെട്ടുക, കറി വയ്ക്കുക, ഇതൊക്കെയാട്ടോ നമ്മുടെ ഡ്യൂട്ടികൾ. അപ്പോൾ എവിടെ പോയിട്ട് വന്നാലും ഞാൻ ഈ ജോലികളൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക്. അപ്പോൾ പോയി വന്നു. പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവനെ ഇക്രൂനെയും ബീറ്റൂനെയും ഒക്കെ അഴിച്ചു വിടലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൾ തൊടലെ പൂട്ടാൻ സമ്മതിച്ചില്ല, അവൾ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത മീൻ്റെയൊക്കെ കഴിച്ച് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മീൻ കറിയൊക്കെ വെച്ചു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരമായപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയേ. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ചെടി ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അവിടെ മുഴുവനും ആകെ ചെടികളൊക്കെ നിന്ന് നാശമായി. അപ്പം ഞാൻ ഈ ചെടികളൊക്കെ ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഉണങ്ങിയതും ഒക്കെ മാറ്റുന്നതൊക്കെ നല്ലതാണ്, അല്ലേ ചെടികൾ ആകെ നാശമായി പോവും. അപ്പം ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് എടുത്തൊന്ന് ശരിയാക്കിയൊക്കെ ഒന്ന് വെക്കാമെന്നൊക്കെ കരുതി കേട്ടോ. ഈ PVCയുടെയൊക്കെ ഉള്ളിലൊക്കെ അമ്മയാണ് ഇങ്ങനെ ചെടികളൊക്കെ നിറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്നും കൂടി വിചാരിച്ചു കേട്ടോ. ചെടികളൊക്കെ നമ്മൾ ഒരുക്കി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇൻഡോറായിട്ട് സൈഡുകളിലൊക്കെയാണ് കേട്ടോ കൂടുതലും ചെടികൾ. മുറ്റത്തധികം ചെയ്തിട്ടില്ല. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഞാൻ സർജറി ചെയ്ത് കിടക്കുന്ന കാര്യമായതിന് സമയമായതുകൊണ്ട് എനിക്ക്
പിന്നെ കുറേ ചെടികൾ ഒക്കെ ബോൾസും തൈകളൊക്കെ പാകിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെടി ഉണ്ടാകാൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് മഴക്കാലത്ത് നമ്മൾ നല്ലോണം ചെടികളൊക്കെ നട്ട് കുറേ ചെടിച്ചട്ടികളൊക്കെ മേടിച്ചൊന്ന് ശരിയാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ട ചെടിയില്ലേ, ഇത് അവിടെ ഒരു കവറിൽ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ നല്ലോണം പൂത്താട്ടോ. അപ്പോൾ അമ്മ അത് അവിടെ നിന്ന് അടർത്തിയെടുക്കാൻ സമ്മതിക്കാറ്. അമ്മ പറയും അവിടെ നിന്നോട്ടെ എന്ന്. അപ്പം മോൻ പറഞ്ഞത് കണ്ടപ്പോൾ നമുക്കിത് ഫ്രണ്ടിലേക്ക് വെക്കുക. ഇതെന്തിനാ ഈ വീടിൻ്റെ ഒരു സൈഡിൽ എവിടെ ഒരു മൂലയ്ക്ക് കൊണ്ട് ഇങ്ങനെ എന്തിനാണ് വെച്ചേക്കുന്നത്, പുറകെ വശത്ത് ഭാഗത്തായിട്ടോ. പിന്നെ എന്തായാലും നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കത് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കാമെന്ന്. അങ്ങനെ ആ ഒരു ചെറിയൊരു പാത്രത്തിലെടുത്ത് അതിനെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്നു കേട്ടോ. ഇനി വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാട്ടോ. അപ്പം അന്നേരം ആ വിളക്ക് വയ്ക്കാനുള്ള സമയമായപ്പോൾ വിളക്കൊക്കെ കൊണ്ട് വെച്ച് അവരെല്ലാത്തിനും റെഡി ആയിരുന്നപ്പോൾ അമ്മ ഞാൻ ഈ നനയ്ക്കുന്ന കണ്ടിട്ട് അമ്മ ഒരു പാട്ട് പാടിയതാട്ടോ. ഇരുളിനു കൂട്ടായി ഞാൻ നടന്നു, ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. ഇരുളും തുറന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. തെരുവിൻ്റെ ഓരത്ത പീടികത്തിണ്ണയിൽ ഒരു ഭ്രാന്തി തൻ്റെ ലായിടം അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. അവളുടെ തുട ചേർന്നു കരയുന്ന പൈതലും ചോരപ്പുതപ്പെട്ട കുഞ്ഞ്. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ ഇരുളിനു കൂട്ടായി ഞാൻ നടന്നു, ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ കാതിലൻ